ശ്രീലേഖ അടക്കമുള്ളവരെ ഈ വിഷയം ബോധ്യപ്പെടുത്തി. ആരായി ശ്രീലേഖ? അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? നിനക്ക് ഗുരുണ്ട് പോകൂടാ. അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് എങ്ങനെ അറിയാം? മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. അവർ BJP കാരിയാണ്, ഞാൻ LDF കാരനാണ്, കേരള കോൺഗ്രസ്സുകാരനാണ്. ആർക്കും വിളിച്ചുകൂടി? വട്ടുമൂത്താൽ ആർക്കും പറയാം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ വിളിക്കട്ടെ 112 ആലോചിച്ചിട്ട്. ഈ പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയുകയാണ്. എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും. അത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി നാണാവണില്ലേ നിനക്ക്? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ പൊങ്ങച്ചം പറയുമ്പോ എന്ത് സുഖാണ് നമുക്ക് കിട്ടുന്നത്? എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു. ഇതുപോലെ പൊട്ടം കളി കളിക്കുമ്പോ എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും.